സൈമ, സംസ്ഥാനത്ത് കാലവർഷം ശക്തമായിരിക്കുകയാണ്. ഇനിയും തീവ്ര മഴയ്ക്ക് സാധ്യതയെന്നാണ് അറിയാൻ കഴിയുന്നത്. നാളെ 5 ജില്ലകളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്താണ് വിശദാംശങ്ങൾ? രാജേശ്വരി പറഞ്ഞതുപോലെ തന്നെ സംസ്ഥാനത്ത് കാലവർഷം എത്തിയിരിക്കുകയാണ്. പതിവിലും വിപരീതമായി 8 ദിവസം മുൻപെയാണ് സംസ്ഥാനത്ത് കാലവർഷം എത്തിയിരിക്കുന്നത്. ഏകദേശം 16 വർഷങ്ങൾക്ക് ശേഷമാണ് സംസ്ഥാനത്ത് നേരത്തെ മൺസൂൺ എത്തുന്നത്. കനത്ത കാറ്റിലും മഴയിലും ഒക്കെ കനത്ത കാറ്റിലും മഴയിലും ഒക്കെ സംസ്ഥാനത്ത് നിരവധിയിടങ്ങളിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നാളെ 5 ജില്ലകളിൽ റെഡ് അലർട്ടും ബാക്കി എല്ലാ ജില്ലകളിലും ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വടക്കൻ ജില്ലകളിലാണ് ശക്തമായ മഴയ്ക്കുള്ള തീവ്ര മഴയ്ക്കുള്ള ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ബാക്കി ജില്ലകളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറഞ്ഞിട്ടുള്ളത്. കൃത്യമായി ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നുള്ളൊരു നിർദ്ദേശമാണ് ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. എല്ലാ രീതിയിലുമുള്ള സജ്ജീകരണങ്ങളൊക്കെ സംസ്ഥാനം ഈ മഴക്കെടുതിയെ നേരിടാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും സംസ്ഥാനത്ത് ഒരുക്കിയിട്ടുണ്ട് എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ നേരത്തെ റവന്യൂ മന്ത്രി തന്നെ വ്യക്തമാക്കിയിരുന്നു. ജില്ലയിലെ എല്ലാ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള കളക്ടർമാരുമായിട്ടൊക്കെയുള്ള ഉന്നതതല യോഗം കുറച്ചു മണിക്കൂറുകൾക്ക് മുമ്പാണ് പൂർത്തിയായത്. ഈ യോഗത്തിൽ എല്ലാ ജില്ലകളിലെയും സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. കൃത്യമായ നിർദ്ദേശങ്ങളും, അതായത് ദേശീയപാതയിലടക്കം ഇന്നലെ മരങ്ങൾ ഒടിഞ്ഞു വീഴുന്ന സാഹചര്യങ്ങളും റോഡുകളിൽ വെള്ളക്കെട്ടുണ്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുൾപ്പെടെ പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങളെല്ലാം ജില്ലാ കളക്ടർമാർക്ക് നേരിട്ട് മന്ത്രി നൽകിയിരുന്നു. അതുപോലെ തന്നെ മത്സ്യബന്ധന തൊഴിലാളികൾക്കും കർശനമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. മഴ മുന്നറിയിപ്പുകൾ പാലിച്ചുകൊണ്ട് മാത്രം വേണം മത്സ്യബന്ധനത്തിന് പോകാൻ. അതുപോലെ ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ വളരെ അതിലോല പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾ കൃത്യമായ മുന്നറിയിപ്പുകൾ പാലിക്കണം. മാറി താമസിക്കാൻ സർക്കാർ അധികാരികൾ നിർദ്ദേശിക്കുകയാണെങ്കിൽ യാതൊരു മടിയും കൂടാതെ അത് പാലിക്കണം. അതുപോലെ ഏറ്റവും ജാഗ്രത, നമ്മൾ ഈ മുന്നൊരുക്കങ്ങളെല്ലാം നടത്തുന്നുണ്ടെങ്കിൽ പോലും പൊതുജാഗ്രത നിർബന്ധമാണ്. ആളുകൾ ആരും ഭയപ്പെടേണ്ടതില്ല. എല്ലാ രീതിയിലും സംസ്ഥാനത്ത് പോലീസും ഫയർഫോഴ്സും ഉൾപ്പെടെയുള്ള എല്ലാ ദുരന്ത നിവാരണ സേനകളും സജ്ജമാണ്. ഏതായാലും മഴക്കെടുതി ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ കാലവർഷം ശക്തമാകാൻ തന്നെയാണ് സാധ്യത. അതുപോലെ തന്നെ ശക്തമായ കാറ്റും ഉണ്ടാകും. ഇതിനെയെല്ലാം നേരിടാൻ സംസ്ഥാനത്തെ ജനങ്ങളെല്ലാം ജാഗ്രത പാലിക്കണം എന്നുള്ളൊരു നിർദ്ദേശം തന്നെയാണ് മന്ത്രി അടക്കം അല്പസമയം മുൻപ് പറഞ്ഞത്. ഏതായാലും കാലവർഷം വിശദാംശങ്ങൾ നൽകിയത്